ലൈംഗികാരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിക്കുന്നതിനെ ചൊല്ലി മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ഇന്ന് വാക്പോര് നടത്തി. രാഹുൽ എം.എൽ.എ. സ്ഥാനം രാജിവെക്കണമെന്നാണ് പൊതു അഭിപ്രായമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം നൽകുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. എന്നാൽ പിണറായി വിജയനെ പോലെ ആരോപണ വിധേയരായ സഹപ്രവർത്തകരെ സംരക്ഷിച്ച മറ്റൊരു നേതാവും ഇന്ത്യയിലെ ഉണ്ടാകില്ലെന്ന് വി.ഡി. സതീശൻ തിരിച്ചടിച്ചു. മന്ത്രിസഭയിലെ 2 പേർ ലൈംഗികാരോപണ വിധേയരാണ്. ഭരണകക്ഷിയിലെ ഒരു എം.എൽ.എ. ബലാത്സംഗ കേസിൽ പ്രതിയാണ്. മുഖ്യമന്ത്രി ഇടയ്ക്ക് കണ്ണാടി നോക്കണമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഇത് ഇവിടെ ഒതുങ്ങി നിന്നാൽ നല്ലത്. ഇനി എത്ര ആളുകളിലേക്ക് വ്യാപിക്കൂ എന്നുള്ളത് എനിക്കുള്ള കാര്യങ്ങൾ കണ്ടാൽ മാത്രമേ പറയാൻ പറ്റൂ. പരാതി നൽകുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ഉണ്ടാകേണ്ടതില്ല. പരാതി നൽകിയാൽ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിക്കും, ശാരീരികമായി ഭീഷണിയുണ്ട് എന്ന നിലയെ കാണേണ്ടതില്ല. എല്ലാ സംരക്ഷണവും സർക്കാർ ഉറപ്പുവരുത്തും അത്തരം പരാതി ഉന്നയിക്കുന്നവർക്ക്. എൻ്റെ നേരെ വിരൽ ചൂണ്ടിയ മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ ബാക്കി 4 വിരലും അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്കാണ് ചൂണ്ടിയിരിക്കുന്നത്. ആരാണ് ഈ മുഖ്യമന്ത്രി ആരെയൊക്കെയാണ് സംരക്ഷിച്ചിരിക്കുന്നത്? ലൈംഗിക അപവാദ കേസിൽപ്പെട്ട 2 പേർ മന്ത്രിമാരായി ഈ മന്ത്രിസഭയിലുണ്ട്. ഇപ്പോ അദ്ദേഹത്തിന് കൈപൊക്കുന്ന ഒരു എം.എൽ.എ. നിയമസഭയിൽ റേപ്പ് കേസിലെ പ്രതിയാണ്, ബലാത്സംഗ കേസ്. കേരളം ഞെട്ടുന്ന ആ വാർത്ത വരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. കേരളം ഞെട്ടുന്ന ബോംബുണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ല. CPIM-ഉം BJP-യും സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞതെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. ഞാൻ പറഞ്ഞത് ഒരുപാട് വാർത്തകൾ വരും. ഞാൻ ബോംബെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങളാണ് ബോംബെന്നൊക്കെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് CPM സൂക്ഷിക്കണം, BJP കാളയെ അയച്ചുവിടരുത്, കാളയെ സൂക്ഷിക്കണം. ഇത് രണ്ടുമാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്. ആർ ശ്രീത്ത് ചേരുന്നു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും. ശ്രീത്ത്, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലാണെന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വാക്പോര് നടത്തിയത്. അതിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നമ്മൾ കണ്ടതാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് പോലെ, സഹപ്രവർത്തകരെ സംരക്ഷിക്കുന്നത് പോലെ മറ്റാരും ഇന്ത്യയിൽ ഒരാളെ സംരക്ഷിക്കുന്നില്ല എന്ന് പറയുന്നു പ്രതിപക്ഷ നേതാവ്. അത് മാത്രവുമല്ല, ഇനിയുമുണ്ട് ചില വാർത്തകൾ വരാൻ, താൻ പറഞ്ഞത് സത്യമാണ് എന്ന് ആവർത്തിക്കുന്നുമുണ്ടല്ലോ സതീശൻ. പ്രജിൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അവസാനിപ്പിക്കാൻ, സസ്പെൻഷൻ നടപടികൾ അവസാനിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ ആ അധ്യായം വീണ്ടും തുറക്കാനാണ് മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ കടുത്ത പ്രതികരണങ്ങളോടെ ശ്രമിച്ചിരിക്കുന്നത്. അത്തരം നടത്തിയ പ്രതികരണങ്ങളിൽ ഇനിയും ആരോപണങ്ങൾ വരാനിരിക്കുന്നു. അത് എന്തുമാത്രമാകുമെന്ന് തനിക്ക് അറിയാൻ കഴിയില്ല, എങ്കിലും തൻ്റെ പക്കലുള്ള വിവരങ്ങൾ താൻ ഇപ്പോൾ പറയുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന പ്രതികരണം. മാത്രമല്ല, ഈ പ്രതികരണത്തിൽ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകൾ പരാതി നൽകാനായി മുന്നോട്ട് വരികയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള നിയമപരമായ സംരക്ഷണവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അവരുടെ ജീവനും മറ്റും ഒരു ഭീഷണിയും ഉണ്ടാകാതെ നോക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ ഈ ആരോപണങ്ങൾ ഇനിയും വരാനുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് സർക്കാരിന്, CPIM-ന് ബോധ്യമുണ്ട്. അത്തരം ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നവരെ സർക്കാർ വേണ്ട രീതിയിൽ സംരക്ഷിക്കും. അവർക്ക് നിയമപരമായ എല്ലാ സംരക്ഷണം നൽകുമെന്ന് പറയുമ്പോൾ ഈ വിവാദം നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്ന കാര്യം വ്യക്തമാണ്. എന്നാൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാകട്ടെ ഈ ആരോപണങ്ങൾ കോൺഗ്രസ് നേരെ ഉന്നയിക്കുന്ന ഭരണപക്ഷത്തിന്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലെ 2 മന്ത്രിമാരെങ്കിലും ലൈംഗിക പീഡന പരാതികൾ നേരിടുന്നവരാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ്. സമീപകാല അനുഭവങ്ങൾ, സമീപകാല കേസുകൾ അത്തരം കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. മാത്രമല്ല, വി.ഡി. സതീശൻ ആരുടെയും പേര് പറഞ്ഞില്ലെങ്കിലും അത് ആരൊക്കെയാണെന്ന കാര്യം പൊതുസമൂഹത്തിന് വ്യക്തമാകുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള വാക്പോര്, പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്, ഈ ഓണക്കാലം കഴിയുന്നതോടെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഈ ഘട്ടത്തിൽ രാഷ്ട്രീയ പോലെ രൂക്ഷമാക്കുന്നതിൻ്റെ സൂചനകളാണ് ഇരുവരുടെയും വാക്പോരിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. ശരി, ആർ ശ്രീത്താണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.